ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? 16-ാം തീയതിയാണ് ക്രിസ്മസ് പരീക്ഷ. എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഗംഭീരമായി തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് എന്നാണ് എന്റെ വിശ്വാസം. സോ ഇന്നലെ നമ്മൾ എല്ലാ ഡെറിവേഷൻസും അടങ്ങിയ ഒരു ലൈവ് നിങ്ങൾക്ക് വേണ്ടി നൽകിയിരുന്നു. എല്ലാവരും കൃത്യമായി കാണുക, സംശയമുള്ള ഡെറിവേഷൻസ് ഒക്കെ പഠിച്ചു മനസ്സിലാക്കുക. ഇനി 2 ലൈവുകൾ കൂടി നിങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഇന്നാണ് കൃത്യം 7 മണിക്ക് 100% ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ നാളെ രാത്രി കൃത്യം 7 മണിക്ക് നമ്മുടെ ഏറ്റവും ട്രേഡ് മാർക്ക് ലൈവായ സൂപ്പർ 60 ആയിട്ടും ഞങ്ങൾ വരുന്നുണ്ട്. ഈ 2 ലൈവിലും ഡിഫറെന്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്യുക. അതായത് 100 ഷുവർ ക്വസ്റ്റ്യൻസിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒരിക്കലും സൂപ്പർ 60യിൽ റിപ്പീറ്റ് ചെയ്യുകയില്ല. സോ അതിനാൽ തന്നെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഈ 2 ലൈവും ഉറപ്പായും കാണണം. ഏതെങ്കിലും ഒരു ലൈവ് മാത്രം കണ്ട് പരീക്ഷയ്ക്ക് പോരുത്. ഇന്നത്തെ ലൈവും നാളത്തെ ലൈവും ഉറപ്പായും കാണുക. 2ലും വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 2 ലൈവിൽ ഉൾപ്പെടുന്ന എല്ലാ ചോദ്യങ്ങളും കൃത്യമായി പഠിക്കുക. ഇതിനപ്പുറം മറ്റൊരു ചോദ്യം നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ പോകുന്നില്ല. കോൺഫിഡന്റ് ആയിരിക്കുക. ഈ വീഡിയോയ്ക്ക് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ്. 40 മാർക്കോളം ഉറപ്പിക്കാൻ പോസിബിലിറ്റിയുള്ള 20 ചോദ്യങ്ങൾ നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം എവിടെ കിട്ടും എന്ന ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട. ഇന്നത്തെയും നാളത്തെയും ലൈവ് മാത്രം ഫോളോ ചെയ്യുക. ഇതിന്റെ എല്ലാത്തിന്റെയും ഉത്തരം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തുവച്ചിട്ടുണ്ട്. ഒട്ടും ലേറ്റ് ആക്കാതെ ചോദ്യങ്ങളിലോട്ട് കടക്കുന്നു. അതിനു മുൻപ് മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ട്രെൻഡ് ആവർത്തിക്കുകയാണെങ്കിൽ ഇനീഷ്യൽ ഫസ്റ്റ് ടെർമിനൽ ചാപ്റ്റേഴ്സിൽ നിന്ന് വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഒട്ടുമില്ല എന്നല്ല, എങ്കിലും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഒരു 30 to 35% മാത്രമേ ഫസ്റ്റ് ടെർമിനൽ ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുള്ളൂ. ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം 6ാമത്തെ ചാപ്റ്റർ മുതൽ അങ്ങോട്ട് നോക്കിയാൽ മതിയായിരിക്കും. അഥവാ EMI, AC, EM വേവ്സ്, റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ്, ഈ ചാപ്റ്റേഴ്സിന് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടതാണ് എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സോ ആ രീതിയിൽ തന്നെയാണ് ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. ലേറ്റ് ആക്കുന്നില്ല, മുന്നോട്ട് പോകുന്നു. 1ാമത്തെ ചോദ്യം, ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കുക. 1ാമത്തെ ചോദ്യം ടോർക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. ടോർക്കിന്റെ ഡെറിവേഷൻ എന്താന്ന് മക്കൾക്ക് എല്ലാവർക്കും അറിയാലോ. ടോ ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ, റൈറ്റ്? അത് ഡിറൈവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മാത്രം ഒരു 3 മാർക്കിന് നിങ്ങൾക്ക് പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാം. അത് മാത്രം തന്നെ എക്സ്പെക്ട് ചെയ്യാം, പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. സിമിലർ സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ഒരു ഡൈപോൾ ഒരു ക്ലോസ്ഡ് സർഫേസിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സ് എന്താണ് എന്ന ചോദ്യം, ഇതൊക്കെ നിങ്ങൾ പരീക്ഷയിൽ പഠിക്കേണ്ട ചോദ്യമാണ്. സോ ആകെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഞാൻ ഏറ്റവും പോസിബിലിറ്റി നൽകുന്നത് ഇവയ്ക്കാണ്. സോ ഇവ കൃത്യമായി തന്നെ പഠിച്ചിട്ട് പോവുക കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ സെക്കൻഡ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ഞാൻ 2 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. വലിയ വെയിറ്റേജ് എക്സ്പെക്ട് ചെയ്യണം. ഒരു 3 മാർക്കൊക്കെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പ്രതീക്ഷിച്ചാൽ മതിയാവും. സോ അതിനകത്ത് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഇക്യു പൊട്ടൻഷ്യൽ സർഫേസിന് തന്നെയാണ്. ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, താഴെ നൽകിയിരിക്കുന്ന 2 ഇക്യു പൊട്ടൻഷ്യൽ സർഫേസുകൾ വരയ്ക്കാൻ വേണ്ടി പറയും. അതായത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, സിമിലർ ഐസൊലേറ്റഡ് പോയിന്റ് ചാർജ്, ഇവയുടെ എല്ലാം ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് ഒന്ന് വരയ്ക്കാൻ കൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ മക്കളെ. സിമിലർ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ സെക്കൻഡ് ചാപ്റ്റർ ഒന്ന് ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ സ്വന്തം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C=A/0/D എന്ന് പറയുന്ന ആ ഡെറിവേഷൻ ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സീരീസ് പാരലൽ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ഡെറിവേഷൻ ആണ്. സോ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം, ഒരു ഡൗട്ടും അതിനകത്ത് വേണ്ട. ഇനി അടുത്തത് 3ാമത്തെ ചാപ്റ്ററിലോട്ട് കിടക്കുന്നു, കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ഈ കാര്യം നിങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള ബന്ധം അലോയ്സിൽ എങ്ങനെയാണ്, സെമി കണ്ടക്ടേഴ്സിൽ എങ്ങനെയാണ്, കണ്ടക്ടേഴ്സിൽ എങ്ങനെയാണ് എന്ന കാര്യം പഠിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ കണ്ടക്ടറിന്റെ ഗ്രാഫ് കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, റൈറ്റ്? ഇതിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയിൽ ചോദിക്കാൻ വലിയ സാധ്യതയുണ്ട്. വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക, ഒട്ടും തന്നെ മടി കാണിക്കരുത് കേട്ടോ. മുന്നോട്ട് പോയാലോ, അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ കിർച്ചോഫിന്റെ റൂളാണ്. ഒരു 3 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അത് കിർച്ചോഫ് റൂൾ തന്നെയാണ് വരാൻ സാധ്യതയുള്ളത്. അതുകൂടി പഠിക്കാം. 4ാമത്തെ ചാപ്റ്റർ, ഫസ്റ്റ് ടെർമിനൽ ചാപ്റ്റേഴ്സിന്റെ കാറ്റഗറിയിൽ നമുക്ക് 4ാമത്തെ ചാപ്റ്ററിനെ ഉൾപ്പെടുത്താമെങ്കിലും കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ 4ാമത്തെ ചാപ്റ്ററിന് അത്യാവശ്യം വെയിറ്റേജ് ഉണ്ടായിരുന്നു, 5ന് മുകളിൽ വെയിറ്റേജ് ഉണ്ടായിരുന്നു. സോ അതിനാൽ തന്നെ 4ാമത്തെ ചാപ്റ്ററിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. സോ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബയോട്ട്-സാവേർട്ട്സ് ലോയും സർക്കുലർ ലൂപ്പ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയും കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ചോദ്യമാണ്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയിലും ഈ ചോദ്യം ഉണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം, റൈറ്റ്? ഓക്കെ, അടുത്തലോട്ട് കടക്കാം. നെക്സ്റ്റ് വൺ, അടുത്ത ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ഇതാണ്, എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ വർക്കിംഗ്, സിമിലർ അതിന്റെ കൺവേർഷൻ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എങ്ങനെയാണ് ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററും വോൾട്ട്മീറ്ററും ആക്കി മാറ്റുക എന്ന കാര്യം നിങ്ങൾ ഓരോരുത്തരും പഠിക്കണം. ദീസ് ആർ ദ വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? ഇനി നമുക്ക് 5ാമത്തെ ചാപ്റ്ററിലോട്ട് കിടക്കാം. 5ാമത്തെ ചാപ്റ്ററിൽ ഒരേ ഒരു ചോദ്യമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസവും സിമിലർ
ഫെറോമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം എന്താണ്, അവയുടെ പ്രോപ്പർട്ടീസ് എന്താണ്, ഇവയുടെ ഡയഗ്രാംസ് കൂടി കൃത്യമായി പഠിച്ചു വെക്കുക. ഡയഗ്രാംസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്ന തരത്തിലുള്ള ഡയഗ്രാംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ആ രീതിയിലുള്ള ഡയഗ്രാംസ് പഠിക്കുക. കൂടാതെ ഈ പറയുന്ന കാര്യങ്ങളും കൃത്യമായി തന്നെ പഠിച്ചിരിക്കുക. 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 6ാമത്തെ ചാപ്റ്ററിലോട്ട് കടക്കുന്നു. എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്ത് പഠിക്കേണ്ടത് മോഷണൽ EMFനും അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെൻസസ് ലോ, ഫാരഡേസ് ലോ. ലെൻസസ് ലോന്റെ കൂടെ തന്നെ ഫാരഡേസ് ലോ കൂടി അറിഞ്ഞിരിക്കണം. അതായത് ഫാരഡേസ് ലോയ്ക്കകത്ത് ഇൻഡ്യൂസ്ഡ് EMFനെ പറ്റി പ്രതിപാദിക്കുമ്പോൾ ആ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലെൻസസ് ലോ ആണ്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പൊ ലെൻസസ് ലോ ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതുകൂടിയൊക്കെ നിങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതാണ് 1ാമത്തെ ചോദ്യം. ഏത് ലോയുടെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലെൻസസ് ലോ? സിമിലർ ഫാരഡേസ് ലോ പഠിക്കണം. ഇവിടെ മോഷണൽ EMF ഡിറൈവ് ചെയ്യാൻ ഈക്വൽ ടു BLV നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട ജെറ്റിന്റെ ക്വസ്റ്റ്യനും നിങ്ങൾ പഠിച്ചിരിക്കണം. മുന്നോട്ട് പോകാം. നെക്സ്റ്റ് വൺ, AC ജനറേറ്റർ. വേറെ ഒന്നും ഞാൻ ഇവിടെ അധികം ഉൾപ്പെടുത്തുന്നില്ല. AC ജനറേറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. AC ജനറേറ്റർ എന്താണ്, അതിന്റെ വർക്കിംഗ് കൺസ്ട്രക്ഷൻ, അതിന്റെ EMFന്റെ എക്സ്പ്രഷൻ, ഇത് പഠിച്ചിരിക്കണം. അത്രത്തോളം പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ് കേട്ടോ. മുന്നോട്ട് പോകാം. ഇതിന് പുറമെ നിങ്ങൾക്കറിയാം സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ എല്ലാം അതിനകത്തുണ്ട്. അതെല്ലാം പഠിക്കണം. എങ്കിലും ഇവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, ഊന്നൽ കൊടുക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം AC ആണ്. ACക്കകത്ത് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 2 പ്രധാനപ്പെട്ട ഡെറിവേഷൻ, ഒന്ന് ഇൻഡക്ടറിന്റെ ഡെറിവേഷനും 2ാമത്തെ കപ്പാസിറ്ററിന്റെ ഡെറിവേഷനുമാണ്. ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് കണ്ടുപിടിക്കാൻ പഠിച്ചു വെക്കുക. സിമിലർ വേ ആവറേജ് പവർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം. ആ ഫേസ് ഡിഫറൻസ് എത്രയാണ് എന്ന കാര്യത്തെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ധാരണ വേണം. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്താണ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്താണ് എന്ന കാര്യം പഠിക്കുക. XL എന്താണ്, XC എന്താണ് എന്ന കാര്യം പഠിക്കുക. ഈ XLും XCയും ഫ്രീക്വൻസിയും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുക. അതായത് XL ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ F ആണ്, XC ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ F ആണ്. ഇതൊക്കെ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം, കൃത്യമായി തന്നെ പഠിച്ചിരിക്കണം കേട്ടോ. മുന്നോട്ട് പോവുകയാണ്. അടുത്തത് ട്രാൻസ്ഫോമർ. 100% നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമർ, ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിന്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷനും, അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, എനർജി ലോസുകൾ, ഇതിന് പുറമെ പ്രോബ്ലംസ്. ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾ ഊന്നൽ കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഓരോരുത്തരും പഠിക്കണം. ദീസ് ആർ വെരി 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 ഇമ്പോർട്ടന്റ്, പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. സോ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ, ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ്, അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിന്റെ എനർജി ലോസുകൾ, ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സിമിലർ വേ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. റൈറ്റ്, അടുത്ത് നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. നിങ്ങൾക്കറിയാം വളരെ നിസ്സാരമായ ചോദ്യങ്ങളാ ചോദിക്കത്തുള്ളൂ. ഒരു 3 അല്ലെങ്കിൽ 4 മാർക്ക് വെയിറ്റേജ് ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതിയാവും. എങ്കിലും അവിടെ നിന്ന് ഞാൻ ഒരു 3 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പോസിബിൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാവുന്ന കറണ്ടിനെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നാണ് പറയുക. സോ അതിന്റെ എക്സ്പ്രഷൻ എന്താണ് എന്ന രീതിയിലുള്ള ചോദ്യം നിങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്, പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഒരു ചോദ്യം, ദാറ്റ് ഈസ് E0/B0 = C. ഈ ഒരു പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുക, പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. അത്തരം ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ നൽകിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, റയോപ്റ്റിക്സ്. റയോപ്റ്റിക്സിനകത്ത് ബാക്കി ഏത് ഡെറിവേഷനേക്കാളും എന്റെ പേഴ്സണൽ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നത് ലെൻസ് മേക്കേഴ്സ് ഫോമിലേക്കാണ്. ഒരു മാറ്റമില്ല, ലെൻസ് മേക്കേഴ്സ് ഫോമില ഒരു 4 മാർക്കിന് പരീക്ഷകളിൽ ചോദിക്കും. അത് ഡെറൈവ് ചെയ്യാൻ ഇന്നലെ വിശദമായി തന്നെ പഠിപ്പിച്ചു തന്നതുമാണ്. ഒന്ന് ഡൗട്ട് ഉള്ളവർ ആ ലൈവ് ഒന്ന് കണ്ടാൽ മതിയാവും. ലെൻസ് മേക്കേഴ്സ് ഫോമില എന്തായാലും ചോദിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് ലെൻസ്. 1/f = 1/f1 + 1/f2. അത് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന കോമ്പിനേഷൻ ഓഫ് ലെൻസ്. ലെൻസ് മേക്കേഴ്സ് ഫോമിൽ അതേ ഡിക്റ്റോ പ്രൊസീഡിങ്സ് തന്നെയാണ് കോമ്പിനേഷൻ ഓഫ് ലെൻസിനും വരുന്നത്. അതും കൃത്യമായി തന്നെ കാണുക. അതിനുശേഷം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രിസം. ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. പ്രിസത്തിന്റെ ഡെറിവേഷൻ പഠിക്കുക, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ മനസ്സിലാക്കുക, അതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കുക, അതുപോലെ തന്നെ സ്മോൾ ആംഗിൾ പ്രിസത്തിന്റെ ഡെറിവേഷൻ കൂടി പഠിക്കണം കേട്ടോ. ഇതിന്റെ കൂടെ എന്തുകൂടി പഠിക്കണം? സ്മോൾ ആംഗിൾ പ്രിസത്തിന്റെ കാര്യം കൂടി പഠിക്കണം. സ്മോൾ ആംഗിൾ പ്രിസം. ഓക്കെ, അതുകൂടി നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, അടുത്ത ഞാൻ ആകെ വേവ് ഒപ്റ്റിക്സിന് ഒരേ ഒരു ചോദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതേതാണ്? എന്താണ് ഹൈഗൻ പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കണം. സിമിലർ വേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് റിഫ്രാക്ഷൻ ആണ്. സോ റിഫ്ലക്ഷനും പ്ലെയിൻ വേവ് ഫ്രണ്ടിന്റെ ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ റിഫ്രാക്ഷൻ പഠിച്ചു വെച്ചാൽ മതി. റിഫ്ലക്ഷൻ പഠിക്കേണ്ട എന്നല്ല, റിഫ്ലക്ഷനും പഠിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി ഇത് കൊടുക്കുക, ഇതിന് ശേഷം അത് പഠിക്കുക. രണ്ടും പഠിക്കണം, രണ്ടും ഉറപ്പായും പഠിക്കണം. ഏതെങ്കിലും ഒന്ന് പരീക്ഷയിൽ എന്തായാലും ചോദിക്കും. റൈറ്റ്. സോ ഇതൊക്കെയാണ് നമ്മുടെ 20 ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളെല്ലാം ഇനീഷ്യലി പഠിക്കുക, ഇതിനുശേഷം ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി പഠിക്കുക. ഇവയുടെ എല്ലാം ഉത്തരം ഇന്നത്തെയും നാളത്തെയും ലൈവിൽ ഉണ്ടായിരിക്കും. ഇതിന് പുറമെ ഒട്ടേറെ ചോദ്യങ്ങളുമായിട്ടാണ് ഞാനും ബസീൽ സാറും വരാൻ പോകുന്നത്. എല്ലാ ലൈവും കാണുക, കൃത്യമായി പഠിക്കുക, കൂടെയുണ്ട്. സോ ഗൈസ്, ഉഷാറാക്കുക കേട്ടോ.